സൺഡേ മണ്ടേരെ മണ്ടേമ ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവാകും. വീണ്ടും വേറൊരു പട്ടമണി വീണിട്ട് ഒരു 4 ഓട് പൊട്ടി. ഇതാണ് നമ്മുടെ വറ്റ മീൻ. ഇത് ഉണക്കാനായിട്ട് ഇതിലേക്ക് ഒരു നാളികേരത്തിന്റെ 1-ാം പാല് 2-ാം പാല് സാധാരണ പരിപാടി തന്നെ കേട്ടാ. മനോഹരമായ വറ്റ മീൻ കഷ്ണങ്ങൾ അളക്കാൻ പാടും, ചിലർക്ക് പിടിക്കുന്നുണ്ടാവുള്ളൂ. മുരിഞ്ഞ മീൻ ചേട്ടാ ആയതന്നെ എടുത്തു വെച്ച വർഷം മുരിഞ്ഞ ഭാഗം ഞാൻ എടുത്തു തന്നതിലത്തെ കല്ലേ എന്റെ മുത്തിന് എന്റെ വാവച്ചിന് ജഗ്ഗറെ കാറ്ററിങ്ങിന് പോകുന്നു. കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ സുഖ, കാശും കിട്ടും, ഫുഡും കിട്ടും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം കാലത്ത് ഒരു 10-12 മണി പറയുന്നുട്ടാ. നമ്മൾ അന്ന് കുഴിച്ച് നട്ട റോസിനിട്ട ബോഗൻവില്ലയാണ്. ഇത് വാടെന്ന് പറഞ്ഞിട്ട് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും വാടിയില്ല. കണ്ടത് നല്ല പോലെ വിടർന്ന പൂക്കളായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചട്ടി സരിത ചട്ടിയിൽ നിന്ന് എടുത്ത് ഇളക്കി വെച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതും ഒരു വാട്ടറില്ല, മറ്റേതിന് വാട്ടറില്ല, ഒന്നിനും വാട്ടറില്ല കേട്ടാ. പിന്നെ ഇതൊക്കെ വെട്ടി നിർത്തിയപ്പോൾ എന്നെ ഇത് ഈ സമയത്ത് വെട്ടി നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞു. ഇവിടെ നോക്കി എന്തൊരു ഭംഗിയിലെ പൂണ്ടായി. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇല്ലാത്തത് പറയണത്, അല്ലാണ്ട് കുറെ ആരോപണങ്ങളുണ്ട്. ഇനി ഇല്ലാത്തതും കൂടി എന്തിനാ പറയണേ? ഇതൊക്കെ വെട്ടിയത് ആ പുല്ല് വെട്ടാൻ വന്ന ചേട്ടന്മാരാ. ഞാനത് വെട്ടിയത്, അവര് വെട്ടിയില്ലേ? അവര് വെട്ടാണ്ട് വിട്ടത് അതും പിന്നെ അങ്ങനെ ഏതൊക്കെയോ ചിലതാണ് അവര് വെട്ടാണ്ട് വിട്ടേ. അവര് വെട്ടിയില്ലേ? ഇതൊക്കെ ഞാനാ വെട്ടിയത്, അതും ഇതൊക്കെ വെട്ടിയത്. ആ അതിന്റെ മണ്ട ചേട്ടൻ കുറച്ച് വെട്ടി, അവര് വെട്ടിയില്ല. അത് ഞാനാ വെട്ടി. ഇത് അവരല്ലേ വെട്ടിയേ? ഞാനാ വെട്ടിയത്. ആ വീഡിയോ എടുത്ത് നോക്കട്ടെ. ആ ഇത് പിന്നെ ആ മറ്റേ സാധനമൊക്കെ എന്തിട്ടാണ്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനാണ് വെട്ടിയത്. ഈയിടെ ചേട്ടന് ഭയങ്കര ഓർമ്മ പ്രശ്നമുണ്ട്. ചേട്ടനൊരു 80-90 കാലഘട്ടം മുന്നത്തെ കാര്യങ്ങളൊക്കെ ചേട്ടൻ വള്ളി പുള്ളി തെറ്റാണ്ട് പറയും. പക്ഷെ ഇന്നലെ നടന്ന കാര്യം വെച്ചാൽ ചേട്ടൻ ഓർമ്മയില്ല. അങ്ങനെയാണ്. ഇതുമല്ലൊക്കെ നിറയെ പൂവുണ്ടായിട്ടാ. വളട്ട കാരണം വളത്തിൻ്റെ ആയിരിക്കാം. നല്ല ഭംഗി. ആ നിറയെ മുട്ടുകൾ വേറെ വരുന്നുണ്ട്. എല്ലാത്തുമ്പിലും നിറച്ച് പൂക്കളുണ്ട്. സൺഡേ മണ്ടേ മാത്രം പൂ വരുന്നില്ലേ? അത് മണ്ടേമ ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവാകും. ഓരോ പൂവൊക്കെ കണ്ടത് ഇതിങ്ങനെയൊക്കെ ഓരോ പൂവാ വരണുള്ളൂ. ഇനി ഇതിന്റെ തുമ്പ് ഭാഗം കണ്ടാ ചേട്ടൻ വെട്ടിയതില്ലേ? ആ വെട്ടിയതൊക്കെ പിന്നെ മുരടിച്ചിട്ട് വന്നേ. വെയിലിന്റെ കാഠിന്യം കൊണ്ടാണ്. എത്ര ഡിഗ്രി ചൂട് ഉള്ളതുണ്ടാവും സൺഡേ മണ്ടയ്ക്ക്. ഇതിപ്പോ 35-36 ഡിഗ്രിയാണ് ഉച്ചയിലെ ചൂട്. ചിലപ്പോ അതാവാം. ആ ഇന്ന് കാലത്തേ ഒരു സംഭവം ഉണ്ടായി. ഒന്നുമില്ല, കാലത്ത് കഞ്ഞി വയ്ക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ നമ്മുടെ ഈ ഔസേപ്പച്ചൻ്റെ പറമ്പിൽ നിന്ന്, മേച്ചേൻ്റെ പറമ്പിൽ നിന്ന് പട്ട വീണിട്ട് 2 ഓട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാലത്ത് വന്ന വഴിക്ക് നോക്കി വേറൊരു പട്ട വീണിട്ട് 4 ഓട് പൊട്ടി നോക്കി. ഇവിടെയൊക്കെ തവിട് പൊടി. ഇതൊക്കെ തലയിൽ പൊട്ടിയിട്ട് കൊണ്ടു കഴിഞ്ഞിങ്ങനെ വലിയൊരു ഓട്ടുമുറിയാവും വന്ന് വീണപ്പോഴാണ് ഈ ചിന്നി ചെതറിയേക്കണേ. അപ്പൊ ചേട്ടൻ ഇവിടെ കത്തിക്കായിരിക്കുമ്പോ ശരിക്കും തലയിൽ വന്ന് വീണേനെ. ഭാഗ്യം മുന്നേ വീണത്. അപ്പൊ പിന്നെ കത്തിച്ചില്ലേ? അടുക്കളയില കത്തിച്ചേ. ഇത് പിന്നെ വൃത്തിയാക്കി ഇട്ടൂല കേട്ടാ. ഈ പറമ്പിലേ ഇപ്പൊ കണ്ട, ഈ പറമ്പ് കണ്ട, ഈ പറമ്പിൽ ഇപ്പൊ ഇവര് വരുന്നില്ല. കാട് പിടിച്ചതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനും പറ്റില്ല അവർക്ക്. കണ്ട ആകെപ്പാട് നടക്കാൻ പറ്റുന്ന ചാർലിക്കും മിമ്രാനും മാത്രം നടക്കാൻ പറ്റില്ല. ബാക്കി ആർക്കും നടക്കാൻ പറ്റില്ല. അവരെയാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് വിടണില്ല. കൊടും കാട് പോലെ കിടക്കുന്നത്. അപ്പോൾ ഈ തെങ്ങുമെന്ന് നാളികേരം ഇടാനോ പട്ടിടാനോ അവർ വരുന്നില്ല. അവർക്ക് താല്പര്യമില്ല. ആ അപ്പൊ ഔസേപ്പച്ച വയ്യാണ്ടിരിക്കാവോ? ആളെന്ന് കാലത്ത് വരെ ഞാൻ കണ്ടത് ഇപ്പനെ വരെ. എവിടെ? സ്കൂട്ടറും പോണു. അപ്പൊ ആളുടെ അടുത്ത് പറയ് ഈ ഇത് കറക്റ്റ് ആയിട്ട് പട്ടയും നാളികേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പട്ട വരുന്നത്. ഇപ്പൊ എന്നിട്ട് ചെയ്യാം, നമ്മള് ഒന്നും ചെയ്യാൻ പറ്റിയ അത് അകലെയാണ്. 2-3 ദിവസമായിട്ട് ഭയങ്കര കാറ്റ്. മറ്റേ വൃശ്ചികക്കാറ്റ് പോലത്തെ കാറ്റ്. ഇപ്പോ ഈ സമയത്തൊന്നും കാറ്റേ ഉണ്ടാവാറില്ല. ഈ പട്ടയാണ് കുത്തി വീണത്. ഒരു പട്ട വീണിന്റെ മുകളിലുണ്ട്. ഇനി ഓട് മാറ്റി വയ്ക്കണം. ഞാൻ നാളെ ഇപ്പൊ നന്നായി സരിതേ ഓടില്ലേ, ഓട് മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ലേ നാള്. അപ്പൊ തുരുതുര ഒരുമിച്ച് ഓട് മാറ്റി വയ്ക്കാറായില്ല. ഇപ്പൊ അടുത്ത പട്ട വീഴുമ്പോഴോ ഇപ്പൊ മാറ്റില്ല. ഇനി ഉണങ്ങി ഇത് വെക്കണില്ല, എല്ലാം വീണു. അത് പച്ചപ്പട്ട ഉണങ്ങൂല്ലോ ഇനിയും. അല്ല അതിന് മുകളിലത്ത് എനിക്ക് എത്തില്ല. ഞാൻ സരിതയ്ക്ക് ചോറ് കൊണ്ടുപോകണം. മീൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊരു മീനാണെന്നറിയോ? ഗംഭീരമായൊരു വറ്റ. നല്ല ഭംഗി വറ്റ കാണാൻ. നല്ല ഭംഗി എന്ന് പറഞ്ഞല്ലേ, നമ്മുടെ കുട്ടല്ലൂർ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയാണ് ഈ ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കടയുള്ളത്. നമ്മളവിടെ വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ വറ്റ വാങ്ങിച്ചു. അത് കൂട്ടാനിരിക്കുമ്പോൾ സരിത അവർക്ക് ചോറ് കൊണ്ടുപോകണം. അത്ര കഴിയുമ്പോഴത്തേക്ക് ഉച്ചയോ പിന്നെ ചോറുണ്ടിട്ട് പോവാം. പിന്നെ ചോറും കൊണ്ടുപോകാം. അതല്ല, ഇന്ന് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സരിതയുടെ കടയിലേക്ക് വരുന്നുണ്ട്.
അപ്പോൾ സരിതയ്ക്ക് അങ്ങോട്ട് പോയേ മതിയാകൂ. നമ്മുടെ അല്ലി ചേച്ചി അവരൊക്കെ വരുന്നുണ്ട്. അല്ലി ചേച്ചി സൈമൺ ചേട്ടൻ വരുന്നുണ്ട്. അവർ കടലിലേക്ക് വരുന്നുണ്ട്. പിന്നെ വേറെ ആളുകളും വരുന്നുണ്ട്. അപ്പോൾ പോകാൻ പിന്നെ നെഹ്റു നഗറിലത്തെ ഒരു ചേച്ചി ഉണ്ട്. വരുന്നുണ്ട്. അങ്ങനെ തുന്തുരുവിൻ്റെ അവിടെ സ്ഥിരം ഫുഡ് വാങ്ങിക്കണ വത്സല പ്രഭാകരൻ എന്നാണ് തോന്നുന്നത് ചേച്ചിയുടെ പേര്. ആള് വരുന്നുണ്ട്. ചേച്ചിയല്ല ഒരു ആൻറ്റിയാണ്. ആള് വരുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതെല്ലാം കൂടിയിട്ട് ഒരു ഇതിലേക്ക് ഇതാക്കി തന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാ. ഞാൻ ഇതിൻ്റെ കാര്യം ഓർമ്മയില്ലല്ലേ, ഞാൻ കോരിയിട്ട് തന്നെ എന്തുട്ടിലേക്ക് നോക്കിയേ നമ്മുടെ ഇരുമ്പം പുളി ഉണ്ടായി നോക്കിയേ. ശരിക്ക് എന്താ പറയുക, കുലം കുത്തി എന്താ പറയുക സരിത, ഒരു വാക്കില്ലേ, ഒരു വാക്ക് പറയില്ലേ അത് പിന്നെ കണ്ടമാനുണ്ടാകുമ്പോൾ എവിടെയോ ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇവരുടെ അവിടത്തെയാവൂല്ലേ, ജയൻ്റെ അവിടത്തെയാവൂല്ലേ. ഓരോ ഓടിന് 15-20 വില തേങ്ങ. ഓട് പൊട്ടണ കുഴപ്പം വല്ല അപകടം പറ്റുന്നതാണ്. അത് ചെരിഞ്ഞിട്ടിരിക്കണേ, നിമിഷം അത് വീഴും. ഓല ചേട്ടൻ വലിച്ചെടുത്താ? ഓല വലിച്ചെടുത്തു, 2 ഓലയും വലിച്ചെടുത്തു. ഇനിയിപ്പോൾ ഓല വീഴില്ലാന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഇനിയിപ്പോൾ കണ്ട എൻ്റെ കൈ കണ്ട ഓടുകൾ. ഇതാണ് നമ്മുടെ വറ്റ മീനിട്ട കഷ്ണങ്ങളാക്കിയിട്ടുള്ള കഴുകിയിട്ടുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനേ മുള്ള വാങ്ങിച്ചു. ഇത് ഉണക്കാനായിട്ട് ഉണക്കമുള്ള ഉണ്ടാക്കാൻ വാങ്ങിച്ചത്. അപ്പോൾ സരിത പറഞ്ഞു ഇത് ഇത്രയും വലിപ്പം കനം കൂടി ഇത് വേണ്ടെന്ന് പറഞ്ഞു. നീ പറഞ്ഞു തന്നില്ലേ, നിഷേധിക്കണ്ട. എനിക്ക് സരിത പറഞ്ഞു കേട്ടപ്പോൾ ചിരി വന്നു. അപ്പോൾ ഇതിനെ വറക്കാനേ കൊള്ളുള്ളൂ എന്ന്. അപ്പോൾ ഇതിന് ഞാൻ നന്നാക്കാൻ പോവാണ്. സരിത കൂട്ടാനുള്ള സാധനങ്ങളായിരിക്കും. മീൻ കൂട്ടാൻ വെക്കണതിനൊരു പ്രത്യേകതയും ഇല്ല, വറ്റയാണ് വെക്കണേന്നുള്ള പ്രത്യേകത ഉള്ളു. പക്ഷെ ഇത് നാളെ പാൽ വെച്ചിട്ട് വെക്കണേ. മറ്റേ വറ്റിച്ചത് കൂടുതൽ ഇഷ്ടപ്പോ. ഒരു മുള്ള ഞാൻ നന്നാക്കാൻ നോക്കി, കത്തര കൊണ്ട് നന്നാക്കാൻ നോക്കിയപ്പോൾ കത്തരയ്ക്കാണ്ട് മൂർച്ചില്ല, കത്തിക്ക് മൂർച്ചില്ല. ഈ കത്തി ജാതി മറ്റേ കറുത്ത കത്തികൾ എന്തൊരു മൂർച്ചകളാണെന്നറിയൂ. അതെ, കത്തരയ്ക്ക് മൂർച്ചയില്ല. കത്തി എടുത്തിട്ടുണ്ട്, കത്തിക്കും മൂർച്ച, കത്തിക്കൊന്ന് മൂർച്ച. ഈ കത്രി എടുത്ത മൂർച്ചകളല്ലല്ലോ ചേട്ടൻ. അതന്നെ ഞാൻ പഴയത് സാരില്ല, മറ്റേ കറുത്തത് എടുക്കണ്ടേ. അതന്നെ ഇത് മീൻ, അതൊരു മീൻ കത്തര അല്ലേ. അത് ഞാൻ ലാസ്റ്റ് വാങ്ങിച്ചത്. അതിനിത് പുറത്ത് ഓരോന്നൊക്കെ വെട്ടാനും ചേട്ടൻ എടുത്തോണ്ട് പോണ കാരണം അതിന് മൂർച്ച പോണേ. ഇതിന് മൂർച്ച പോട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് സബോള, പച്ചമുളക്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തു. ചേട്ടൻ ഇവിടെ ഈ ഓടെടുത്ത് എൻ്റെ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് വെയിൽ വിറ്റാമിൻ ഡി നിനക്ക് ഇഷ്ടം പോലെ കിട്ടും. ഈ സമയത്ത് വെയിൽ കൊണ്ട വിറ്റാമിൻ ഡി അല്ല കിട്ടുക. വിറ്റാമിൻ ഡിയുടെ കുറവാണല്ലോ ഇപ്പം മനുഷ്യന്മാർക്ക് കൂടുതലുള്ളത്. ഇപ്പം ഗുളികകൾ കഴിക്കാൻ തുടങ്ങിയ ആളുകൾ ഇല്ലേ. അതെന്തുകൊണ്ടാണെന്നറിയോ, പണ്ട് ആണുങ്ങളൊന്നും ഷർട്ടൊന്നും ഇട്ടോടുന്നില്ലല്ലോ, ഒരു ഒറ്റ മുണ്ട് മാത്രമാണ് ഉണ്ടാവുക. പെണ്ണുങ്ങൾ അര ജാക്കറ്റും അതുപോലെ മുണ്ടാണ്. കുറേ ഭാഗം സൂര്യപ്രകാശം ഏൽക്കും ശരീരത്തിന്റെ. ഇപ്പൊ ഫുള്ള് നമ്മൾ കവർ ചെയ്ത് നടക്കണോണ്ടാ കിട്ടാത്തത്. നടക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഏതാണ്ട് അങ്ങനെയായി തുടങ്ങിയില്ലേ. ഡ്രസ്സിന്റെ ഒക്കെ വലിപ്പം കുറവല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ. അല്ല, അവർക്ക് വരുന്ന പ്രായമാവണല്ലോ. നമ്മളെപ്പോലുള്ളവർക്കല്ലേ കുറവ്. അവർക്ക് കുറവൊന്നുമില്ല, അവർക്ക് ഇനി ഒക്കെ ശരിയായിക്കോളും. എൻ്റെ ചെറുപ്പക്കാലത്ത് ആർക്കും ഷർട്ടില്ല, ഒരാൾക്ക് പോലും ഷർട്ടില്ല. ട്രൗസർ മാത്രമേ ഉണ്ടാവും. ട്രൗസറിനാണെങ്കിൽ കുടുക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ട്രൗസർ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വന്ന ട്രൗസർ, കുഞ്ഞിയ ട്രൗസർ, അതിന് കുടുക്കുണ്ടാവില്ല. മൂട് കീറിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ നൂലുകൾ അങ്ങടും ഇങ്ങടും ഈ ജനലര കള്ളി പോലെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ കിടക്കണ സലീം കുമാർ മഴത്തൊള്ളിക്കലിക്കത്തിൽ പോണില്ലേ, അതുപോലെ ആയിരിക്കും പിള്ളേരുകളുടെ മൂഡ്. ഒരുവിധം എല്ലാ, അതായത് ട്രൗസർ തീരില്ലാത്തവരായിരുന്നല്ലോ കൂടുതൽ. അപൂർവം നമ്മുടെ കമ്പി പഠിക്കുന്നത് പടവരാട് വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 കാശുകാരാനേ ഉണ്ടാവുള്ളൂ ശരിക്ക് ഡ്രസ്സും ഇതിടാൻ പറ്റിയത്. അതെ ചേട്ടൻ, ഇതിന്റെ തീ വലിച്ചു പോകുന്നുണ്ട്, പക്ഷെ പുക ഇവിടേക്കാ വരണേ. എന്തത് അത് ഇവിടെ അടക്കറി എവിടെ ഈ സാധനം തുറന്നെടുക്കുന്നത് അത് കാരണാണോ? കണ്ട തീ വലിച്ചു പോണ്ട്. ആ കുഴലി കൂടെ പുക പോണ്ടല്ലോ. അത് ശരിയാകും. അതേ, എന്നിട്ട് ടൈലർക്കാരെടുത്ത് കട്ട് ചെയ്തിട്ടുള്ള തുണി പീസ് ഇല്ലേ, അത്
കണ്ടം വാങ്ങിക്കാൻ പോകും ഞങ്ങൾ. കണ്ടം എന്ന് പറയാ, കണ്ടം കഷ്ണങ്ങൾ പിള്ളേരുകളൊക്കെ അതൊക്കെ പോയി വാങ്ങിച്ചു വന്നിട്ട് നമ്മൾ തന്നെ നൂല് സൂചി എടുത്തിട്ട് തുന്നും, ഉള്ളിൽ വെച്ചിട്ട് തുന്നും. ഏത് ട്രൗസർ ഇതെടുത്തിട്ട് ഉള്ളിൽ വെച്ച് തുന്നും. കണ്ടം വെച്ചിട്ടുള്ള പിള്ളേരുകൾ ഇഷ്ടം പോലെ കാണാം. അപ്പോൾ അവിടേക്ക് അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും വിറ്റാമിൻ ഡി കിട്ടി കൊണ്ടുവന്നു പണ്ട് കാലത്ത്. അതെ, പ്രേമൻ ഒരു പാക്കറ്റ് ഗുളിക കൊണ്ടുവന്നുണ്ട് വിറ്റാമിൻ ഡിയുടെ, സരിതര അച്ഛനമ്മയ്ക്കും കൊടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ആർക്ക് തരാൻ പറഞ്ഞു? നമ്മളോട് എല്ലാവരോടും നമ്മളന്ന് ഷൂട്ട് ചെയ്യാൻ വന്നില്ലേ, അപ്പോ ജയന്തേച്ചിയും ശശിയേട്ടനും എല്ലാവരും 2 ദിവസം പെട്ടി ഇത് എടുത്തോ, ഇവിടെയും എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവച്ചതാ. പക്ഷെ ആരോ എടുത്തിട്ടുണ്ട് തോന്നുന്നു 2 പെട്ടി. ബാക്കിയുള്ളത് കുറെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്ന് അച്ഛനമ്മയ്ക്കും കൊടുത്തോളാൻ പറഞ്ഞു എന്നോട്. മറ്റേ ഇംഗ്ലീഷുകാരൊക്കെ വിറ്റാമിൻ ഡി ഇഷ്ടം പോലെ കഴിക്കണ്ടാവില്ല, അവർക്ക് കഴിച്ചേ പറ്റൂ. അവർക്ക് പിന്നെ സൂര്യപ്രകാശം ഉണ്ടാ. ആകെ 3 മാസമൊക്കെ അല്ലേ അവർക്ക് അവിടെ ഉള്ളു. ബാക്കി സമയമൊക്കെ മഞ്ഞ് മൂടി എടുക്കല്ലേ, സൂര്യനെ തന്നെ കാണാൻ പറ്റില്ല. രാത്രി കൂടുതലും പകല് കുറച്ച് സമയം, ആ പകല് സമയത്ത് തന്നെ സൂര്യനെ കാണില്ല എന്നുകൊണ്ട് വേപ്പിൻ്റെ അരയും കൂടി ഇട്ടു. അവരെ കൊണ്ട് നന്നാക്കിക്കായിരുന്നു സരിത. 5 മിനിറ്റ് മതി അവർക്ക് നന്നാക്കാനായിട്ട്. അപ്പൊ നന്നാക്കാണ്ട് ചേട്ടാ ഉപ്പിട്ട് വയ്ക്കാൻ വെച്ചിട്ടല്ലേ? ഞാൻ ഉപ്പിട്ട് വയ്ക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, കന്നം കുറഞ്ഞ മീനാണ് നല്ലത്. ഇത് ഭയങ്കര വണ്ണം, മാംസം നല്ലോണം. അപ്പൊ ഇത് ആദ്യമൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. പണ്ടത്തെ ഒരു മുള്ളൻ വരുന്നുണ്ടായിരുന്നു, നല്ല വെള്ളി മറ്റേ തിളക്കായിട്ടില്ലേ, ആ മുള്ളൻ ഇപ്പൊ കാണാണ്ടായി. ഇല്ല, അതിങ്ങനെയായിട്ട് തിളങ്ങി നിൽക്കും സാധനം. കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അലുമിനിയം പുത്തൻ കലം വാങ്ങിക്കുന്ന പോലെ അതിൻ്റെ തിളക്കം. ആ സാധനം ഇല്ല. മാന്തല് കുറേ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടായി പോണ് കടലില്ലേ സരിത? അവിടത്തെ 2-3 ഓല ഉണങ്ങി നിൽക്കണ്ടിട്ട് ആടണ്ട് കിടന്നിട്ട് അതെങ്ങിൻ്റെ അത് കിടത്തില്ലേ, ഭയങ്കര അകലയില്ലേ? ഇതിൽ കൂടെ കാണാണ്ട് ഈ ഓട്ടം കൂടെ അതിലെല്ലാം കാണാം. ആകാശം കാണാമല്ലോ, അത് ചോദിച്ചാൽ ആകാശം തൊട്ടടുത്താണ് നമുക്ക്. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടപ്പുളി. ഇതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും. നല്ല വെളിച്ചടിക്കണ്ടല്ലോ സരിത. മീൻ നന്നായി കഴിഞ്ഞു കേട്ടാ, കഴുകിക്കൊണ്ടിരിക്കുക. അടിപൊളിയായിട്ട് കേട്ടാ. അപ്പോൾ പുതിയ സിനിമകളൊന്നും ഇറങ്ങുന്നില്ലേ സരിത? ഈ പരീക്ഷാകാലമായ കാരണം അതുകൊണ്ടല്ലേ? കുറേ നാളായില്ല നമ്മൾ സിനിമയ്ക്ക് പോയിട്ട്. അടിപൊളിയായിട്ട് കഴുകി. നമ്മുടെ വറക്കാനുള്ള മീനിലേക്ക് മുളക് പൊടി നമ്മുടെ സാധാരണ പരിപാടി തന്നെ കേട്ടാ. ഈ വലിയാണ്ട് സംഭവം ഒന്നും ആക്കുന്നില്ലേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി മതി മതി മതി. അത് സൂക്ഷിച്ചാക്കണത് ഞാൻ. ഉപ്പ് ഉപ്പ് ഇതോ ഒക്കെ വറക്കാനുള്ളതല്ലേട്ടാ. ഒരു മുളക് പൊടി കുറവാ. മുളക് പൊടി ഇത് മതി. 5-6 എണ്ണം വറക്കും, ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. കാലത്ത് മുഴുവൻ പറമ്പിലായിരുന്നു. കളയോട് കള. ചേട്ടാ മറ്റേ സാധനം നീക്കിട്ടിട്ട് എഴുതാൻ തുടങ്ങിയ? അയ്യോ, എഴുതാൻ തുടങ്ങിയ? പിന്നെ എഴുതാൻ തുടങ്ങി. കുറച്ച് എഴുതി. ഇന്ന് എഴുതിയിട്ട് ഇന്ന് എഴുതാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ലല്ലോ. അത് ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് അവിടെ പോയി എഴുതും. ഇതുവരെ എത്ര നാളായി എല്ലാവരും പറയണു എഴുതാൻ. അത് നമുക്ക് അതിനേക്കാളും കുറേ നാൾ മുന്നോട്ട് പ്രേമേട്ടൻ പറഞ്ഞു തുടങ്ങി എഴുതി ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊന്നും ചേട്ടന് പറ്റിയില്ല. ഇപ്പോഴാണ് ചേട്ടൻ ഇത്ര നാളെ എഴുതാണ്ടെന്നതിന്റെ കാരണം പറയണത്. എഴുതാനിരിക്കുന്ന സ്ഥലം, മനസ്സിന് പറ്റിയ ഒരു സ്ഥലം ഇല്ലാത്തതായിരുന്നു എഴുതാത്തതിന് കാരണം. ഇപ്പൊ സ്ഥലം കിട്ടി. ബെഞ്ച് മാറ്റിയിട്ട് തോന്നി. ബെഞ്ച് ഇട്ടാണ് സ്ഥലം നല്ല തന്നെയാ. മറ്റേതിന്റെ ആവശ്യം എന്തിട്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കണേ. അന്നേ തന്നെ നമുക്ക് അവിടെ വെയിലല്ലേ, അപ്പൊ അത് അങ്ങോട്ട് നീക്കിട്ടാ മതിയായിരുന്നില്ല. ഈ സാധനമൊക്കെ കെട്ടി വെറുതെ സ്ഥലം കളയേണ്ട ആവശ്യം എന്തിട്ടായിരുന്നു. അവിടെ പുല്ലായിട്ട് തന്നെ അവിടെ വല്ല മരങ്ങളായിട്ട് തന്നെ കിടക്കുന്ന എത്ര നല്ലതായേനെ. വെറുതെ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങളും വീടിന്റെ ചുറ്റും ആവശ്യമില്ലല്ലോ. ചേട്ടൻ തന്നെയാണ് അങ്ങനെ പറയാറ്.
വീട് ഇങ്ങനെ ഇങ്ങനെ മുറ്റായിട്ട് കിടക്കണം, കണ്ണി കണ്ടതൊക്കെ പണിതിട്ട് വെറുതെ സ്ഥലം കളയരുത്. കൈ കഴുകുന്നത് ഭയങ്കര എരിവുള്ള മുളകാ, കൈ നീറും. നന്നായി തിളച്ചു. അപ്പൊ ഉപ്പിട്ട് കൊടുത്തു. മനോഹരമായ വറ്റ മീൻ കഷ്ണങ്ങൾ ഇടുന്നു. ഒരു 10-18 കിലോ തൂക്കണ്ട ആ മീൻ വറ്റ. 10-18 കിലോ തൂക്കണ്ടായിരുന്നു വറ്റിയാണ്. വലിയ വറ്റിയാ. ആളുകൾ എന്തൊരു ചടപെടുന്ന അതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോണത്. ഫ്രഷ് സാധനല്ലേ, അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടേ. അത്രയ്ക്ക് വലിയ വറ്റിയുണ്ട്. എന്റെ വലിപ്പുണ്ടോ. നമ്മൾ ഈ പറമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ചാർലിക്കും പറമ്പ് ഓടി നടക്കാൻ, പറമ്പിൽ ഓടി നടക്കാനായിട്ട് അവിടെ വെടുപ്പാക്കി വരുന്നതുകൊണ്ട് ഇപ്പൊ മറ്റേ സൗണ്ട് കേൾക്കുന്നുണ്ട്, പൊക്കിളിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ട്രാക്ടർ അടിക്കുകയാണോ? ട്രാക്ടറല്ല, പൊക്കിളിനാന്നുണ്ട്. വെടുപ്പാക്കി വരുന്നുണ്ട് എന്തായാലും. അപ്പൊ ഇവിടുത്തെ കൂർക്കന്മാര് ധാന്യമായൊക്കെ പോകും. കൂർക്കന്മാരെ സൗണ്ട് അല്ലെങ്കിലും ഇപ്പൊ കേൾക്കാറില്ലല്ലോ. ഇടയ്ക്ക് കേൾക്കും. ഏത് പട്ടി നീ വീടെന്ന് പറഞ്ഞേ? അവിടെ അറ്റത്തുള്ളതാ. ഇങ്ങോട്ട് വാ, ഞാൻ എവിടേക്കാ കാണിക്കണത്? ഇങ്ങോട്ട് വായോ. അത് ഭയങ്കര അകലെയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോ അടുത്ത പോലെ തോന്നണം. നമ്മള് മീൻ മറക്കാൻ പോകട്ടെ, ഇല വെച്ചിട്ടാണ് മീൻ മറക്കാൻ പോണത്. നമ്മളെ ഇല വെച്ചു, എന്നിട്ട് ഇതിലാണ് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ പുതിയ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിലവിൽ ചരിതര കൂട്ടാൻ അടിപൊളിയായിട്ട് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്ന് ഇളക്കോ ചേട്ടാ? ആ പൊട്ടിത്തെറിക്കുന്നു. ഞാൻ ഇല കഴുകിറി. ആയി വെള്ളം ഉണ്ടാവൂലേ? വെള്ളമുണ്ട്. ആ ഇല കഴുകിയില്ലോ. മനോഹരമായ നമ്മുടെ മാന്തൽ നമ്മൾ വറക്കാൻ പോകുന്നുണ്ട്. മാന്തലല്ല, മുള്ള. അല്ല, മുള്ളെന്നാ പറയുന്നത്. മുള്ളെന്നാ പറയണത്. ആ അല്ല, മാന്തലെന്നാ പറയുന്നത്. അല്ല, ഈ മീൻ നല്ലതായിരുന്നു, പക്ഷെ മീൻ കൂട്ടാൻ ചിലപ്പോൾ ടേസ്റ്റ് കുറയും. നാളികേരപ്പാല് നല്ലതല്ല. അത് നന്നായി ആയാൽ മതി. നാളികേരപ്പാല് മറ്റേ അധികം മൂക്കാത്ത നാളികേരായിരുന്നു അത് പുട്ട് അടയ്ക്ക് ഉണ്ടാക്കാനാണ് നല്ലത്. അങ്ങനത്തെ അയ്യോ ഏണ്ണ കൊണ്ടുള്ളത് ചേട്ടൻ നേരത്തെ പറയണ്ടായിരുന്നല്ലോ, 3-4 വറുത്തിട്ട് ബാക്കി എടുത്തേക്കുന്നു. അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞ എന്നോട് ചോറ് എടുത്തിട്ട് വന്നോളൂ. അല്ല, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വിചാരിച്ചില്ലേ. അപ്പൊ അക്കറന്ന് ചില ഇത് മറച്ചത് അടിവിലത്തേന്ന് നോക്കിയോ കേട്ടാ. അടിവിലത്തെ മുരിഞ്ഞുണ്ട്. അതിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് തരുത്. ട്രാക്ടറല്ല, അതിന്റെ പൊക്കിളിന്റെ. അയ്യോ, കൂട്ടാൻ പാകമായി. നമ്മൾ ഇറക്കി വയ്ക്കണം. കാച്ചാൻ പോവാ. മറ്റോണം വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കാച്ചേണ്ട ആവശ്യമില്ല. അല്ല, ഇത് കാച്ചണം നിർബന്ധമൊന്നുമില്ല. ഉള്ളിന്റെ ഇന്നെന്താണ് എനിക്ക് കാച്ചാൻ തോന്നി? മണം പറ്റേ തുന്തുര് കാച്ചണ പോലെ കാച്ചാൻ പോണ. എന്തായാലും ജീവ് ഒരു മീന് പോലും ഒരു പരിക്ക് പറ്റിയിട്ടില്ല. ഇതിന് മാത്രത്തിൽ ചെറിയ പരിക്ക് പറ്റി. കാച്ചാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണ വെച്ചു കൂട്ടാ. കാച്ചാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കടുക് ഇട്ടു കൂട്ടാ. ഞങ്ങള് കടുകൊന്നും ഇടാറില്ല തൃശ്ശൂർക്കാര്. പക്ഷെ തുന്തുര് മീൻ കൂട്ടാൻ കാച്ചും വിടും. അവർ ഈ റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ വെക്കുന്നതല്ലേ, ഹോട്ടലിൽ പല ആളുകളും വരുന്നതല്ലേ. അപ്പോൾ അവർക്കൊക്കെ രുചിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കടുക് കാച്ചുന്നതാണ്. വറ്റൽമുളക് ഇട്ടു, ചുമന്നുള്ളി ഇളക്ക് വേപ്പിലിട്ടു. ഇനി തുന്തുരുവാണെങ്കിൽ ഇതിൽ കുറച്ച് ഇങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടും ഇതിൽ. എന്നിട്ടാണ് ഒഴിക്കാറ്. കാശ്മീരി മുളക് പൊടി ഇവിടെ ഇല്ല. സാധാ മുളക് പൊടി ഇട്ടാലും മതി. ഇപ്പം അല്ലാണ്ട് തന്നെ കൂട്ടാൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ മുളകിൻ്റെ നിൽക്കുന്നുണ്ട്, കണ്ട? അത് മതി. ഇനി ഇതിലേ ഒരു ലേശം ഉലുവപ്പൊടി ഇടണം. കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടേ മൂടിയേക്കാം. നമ്മുടെ മീൻ എടുക്കാൻ പോകണം കേട്ടോ.
നല്ല വിശപ്പിൻ്റെ നേരമാണ്. ഇലയിലാണ് നമ്മൾ ചോറ് വിളമ്പി പോകുന്നത്. നമ്മുടെ മീൻ കൂട്ടാൻ പൊക്കാണ്. അങ്ങനെ പൊക്കി ഉരുവിക്കിട്ടിട്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തത്, വെള്ളം. അയ്യോ ഗ്ലാസ് ഇല്ല, ഗ്ലാസ് എടുത്തില്ല, ഇതുകൊണ്ട് കുടിക്കേണ്ടി വരും. അളക്കാൻ പാടോ ഭംഗി പോവാൻ? മീൻ ഭക്ഷണം ഇതിലൊക്കെ പിടിക്കുന്നുണ്ടാവുള്ളൂ. ഇതിലത്തെ ഒരു പോരായ്മ ഇപ്പം തന്നെ പറയാം, ഫസ്റ്റ് തന്നെ പറയാം, ചാറിന് കട്ടി കുറവാണ്. അത് ഈ നാളികേരം. പക്ഷെ മറ്റേ അന്നാ കാളാഞ്ചി കറി വെച്ചത് എന്തൊരു കട്ടിയായിരുന്നു മീൻ കൂട്ടാൻ. കട്ടി വളരെ കുറവാണ്. വയ്ക്കുമ്പോൾ കട്ടിയൊന്നുണ്ടാവില്ല. അമ്മ ഭയങ്കര സൊറ വെള്ളം പോയ വയ്ക്കുക. ആരെ? അമ്മ നടുവിലത്തെ മീനിനെ കൈ കൊണ്ടിരുന്നു. അത് മുരിഞ്ഞുണ്ടാവല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. കോടംപൊടിയൊക്കെ വിട്ടൂല, ചൂട് ഭയങ്കര. കുഴപ്പമുണ്ടാവില്ലേ, ചോറ് ചൂടില്ലല്ലോ, കാലത്ത് ഊറ്റി വെച്ചതല്ലേ. സാധാരണ നമ്മൾ ചോറ് കൂടെ കഴിക്കുമ്പോൾ ചൂടുള്ള ചോറ്. ഓ എത്തി എൻ്റെ ദൈവമേ. അതിനവിടെ ഇരിക്കാൻ ഭയങ്കര. എന്നെ എപ്പോൾ വിളിച്ചതാ? പണ്ട് പരീക്ഷയൊക്കെ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനൊരു പരവ് വരും. നമ്മൾ ഉച്ച തിരിട്ടല്ലേ വരാ, നമുക്ക് 2 പരീക്ഷയായിരുന്നു ഒരു ദിവസം. 10ാം ക്ലാസ് പരീക്ഷയില്ല, സാധാരണ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ കൂട്ടാനൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് മീൻ കൂട്ടാനൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് പറയാം. ഇവിടെ ജഗുവിന് പരീക്ഷ കഴിഞ്ഞ് വന്നു. ഇവിടെ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് മീൻ കൂട്ടാനാണെന്ന് അറിഞ്ഞിട്ട് ഒരു സന്തോഷം പോലില്ലായിരുന്നു. അയ്യോ ഇവിടെ ഉറുമ്പുണ്ടായിരുന്നു അല്ലേ? പിന്നെ അമ്മ പുറത്ത് ഉറുമ്പ് ഇരിക്കണ്ടോ? ജഗുവിന് ഫസ്റ്റ് കൊടുത്തു. പൊടി ഉറുമ്പാ നിറച്ചില്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. രസമുണ്ടല്ലോ മീൻ വറുത്തുന്ന രസമല്ലേ മീൻ വറുത്തു. ജഗുവിന് വറ്റിച്ച മീൻ കൂട്ടാൻ ഇഷ്ടമില്ലാത്തോളൂ. നാളേരപ്പാൽ വെച്ച് മീൻ കൂട്ടാൻ ഇഷ്ടമാണ്. മുന്നൊറ്റ മീൻ കൂട്ടാൻ ഇഷ്ടമുണ്ടായില്ല, ഇപ്പം അത് ഇഷ്ടമായി. ഇനി കുറച്ച് നാളെ ഞാൻ മറ്റേത് ഇഷ്ടപ്പെടും. അടിച്ചു മുറിച്ച് നോട്ടാ, മുള്ളുണ്ടാവും ചിലപ്പോൾ. മീൻ വറുത്ത രസമല്ലേ? മുരിഞ്ഞത് മുരിഞ്ഞ മീൻ ചേട്ടാ ആയത് തന്നെ എടുത്തു വെച്ച വർഷം മുരിഞ്ഞ ഭാഗം ഞാൻ എടുത്തു തന്നതിലത്തെ തിന്നോ. ഇവരെടുക്കണ സന്തോഷമേ ഉള്ളൂ. മീനില് മുള്ളുണ്ടാവട്ടാണ്. മീനിലെന്ന് പറഞ്ഞാൽ ഉണക്കമുള്ളതിൻ്റെ മുള്ളുണ്ടാവും. ഇതിൽ ഉപ്പിട്ട ചേട്ടാ ചോറിന്? ഉപ്പിട്ടാണ് ഇത്തിരി ടേസ്റ്റ് ആവും. നല്ല രസമാണ് കൂടെ. സന്തോഷമായി. അല്ലെങ്കിൽ അവനെന്തൊരു സന്തോഷ കുറവ്. അവനിത് എളുപ്പമുണ്ടായിരുന്നു പരീക്ഷ, നല്ല എളുപ്പമുണ്ടായിരുന്നു. മലയാളം സെക്കൻഡ് ആയിരുന്നു പരീക്ഷ. തുടങ്ങിയല്ലോ, 3 കഴിഞ്ഞിട്ടുള്ളോ. ഇനി അടുത്ത് ഹിന്ദി, വെള്ളിയാഴ്ച ഹിന്ദി. ലാംഗ്വേജ് ഒന്നും ജഗുന് കുഴപ്പമില്ല, ഇംഗ്ലീഷും മലയാളം ഹിന്ദി വരെ കടന്നു പോവും. അത് അവിടെ നക്കടാണ്. സയൻസും സോഷ്യലും മാത്സും മെയിൻ സബ്ജക്റ്റുകൾ. അതാണ് അവൻ. എന്നിട്ട് പേടി. ഇന്നലെ മറ്റേ അരുൺ കുന്നമ്പത്തില്ലേ, അവൻ്റെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു കടയിലേക്ക്. സന്ധ്യ ജോലി കഴിഞ്ഞ് പോണ വഴിക്ക് കയറിയതാ. അപ്പം മോൻ്റെ കാര്യം പറയുകയാണെ, മൂത്ത മോൻ്റെ കാര്യം. അപ്പോൾ +1 ആണ്. അപ്പോൾ ആൾക്ക് അല്ല +1 +2 അങ്ങടാ. എന്താണ് അടുത്തത് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഇതായിട്ടില്ല എന്ന്. നന്നായി കവിതകളൊക്കെ എഴുതുന്ന കുട്ടിയാണ്. കഥയും കവിതയൊക്കെ എഴുതും, ഇംഗ്ലീഷിലെഴുതും നന്നായിട്ട്, മലയാളം എഴുതും. അപ്പോൾ അവന് BA ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാനാണ് ഇഷ്ടം. അല്ല ചേട്ടനുണ്ടായിരുന്നില്ല അവിടെ? ചേട്ടൻ അവിടെ ഇരുന്നിട്ട് തല കുലിക്കണ്ടായിരുന്നല്ലോ. ഏത് ഷോർട്സ്? ഒരു സൈക്കോ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഭാര്യക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് സ്വയം ഭാര്യയുടെ കാല് കല്ലും അടിച്ചു. അപ്പൊ ആദ്യമായിട്ട് ഭാര്യയും ഭർത്താവും കൂടി പുറത്തേക്ക് പോവാണ്, നടന്നു പോവാണ്. പുതുമോടിയിൽ കല്യാണം കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പോ പെട്ടെന്ന് ഭാര്യയുടെ കാല് ഒരു കല്ലുമ്മല കൊണ്ടുപോകും. ഭർത്താവ് പിന്നിൽ നടക്കുന്നുണ്ടാ, ഭർത്താവ് മുന്നിൽ നടക്കുന്നുണ്ട്. പിന്നെ തിരിഞ്ഞു നോക്കി ഭർത്താവ് നോക്കിപ്പോ സൂക്ഷിച്ച് നടക്കണ്ടേ എന്ന് പറയുന്നത്. എന്നിട്ട് ആള് അടുത്തേക്ക് ഒരു വരവാണ്. അയാളാണ് ഭയങ്കര സൈസും പെണ്ണ്, ഒരു ചെറിയ പെൺകുട്ടിയാണ്. പിന്നെ ആളെ വരവ് കാണി പേടിയോ. നമ്മളിപ്പോ ആ പെണ്ണിനെ കൊല്ലും എന്നുള്ളതല്ല തന്നെ. അടുത്തേക്ക് അങ്ങോട്ട് വന്നിട്ട് ആള് കല്ലെടുക്കും. കല്ലേ എന്റെ മുത്തിനെ, എന്റെ വാവച്ചിനെ എന്ത് ചെയ്തു? അങ്ങനെ ആ കല്ലിനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടി അങ്ങനെ ചെയ്തു. അപ്പൊ ഇങ്ങോട്ട് വിചാരിച്ചു ഇയാൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് കുഴപ്പമുണ്ടാവും വിചാരിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് ആ പെൺകുട്ടി വേഗം അതിന്റെ ആങ്ങളമാരെ വിളിക്കും. ആങ്ങളെന്നെ വിളിക്കും. ചേട്ടൻ വേഗം ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്, വേഗം വീട്ടിൽ വായോ എന്ന് പറയും. ആ മാമനെയും വിളിച്ചോ, മാമനല്ലേ കല്യാണം ഉണ്ടാക്കി, ആളെ വിളിച്ചിട്ട് വരാൻ പറയും. എന്നിട്ട് അവര് വരുമ്പോ ഈ പെൺകുട്ടി നിലത്തിരുന്ന് ചോറിന. അപ്പൊ എന്താടി നീ നിലത്തിരുന്ന് ചോറിനെ? അവൻ എന്നോട് പറഞ്ഞാ ഡൈനിങ് ടേബിളും ഇരിക്കരുതെന്ന് ചെയ്യും. പറയും അതല്ല, ഇന്നലെ ഞാൻ നടക്കുമ്പോ പെട്ടെന്ന് എന്റെ കാല് ഡൈനിങ് ടേബിളിന്റെ ഒരു കാലുമ്പോ കൊണ്ടു. അപ്പോ ആള് ആ ഡൈനിങ് ടേബിളിന്റെ 4 കാലും തല്ലി പിടിച്ചു. എന്നിട്ട് അവനെവിടെ ചോദിക്കും. പറയാം ആള് പറമ്പിലുണ്ടെന്ന് പറയാം. പറമ്പിലേക്ക് ചെല്ലുമ്പോ കൈ ഒടിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്, ചുണ്ടൊരു ഭാഗം വീർത്തിട്ട് ഇരിക്കുന്നുണ്ട്. അല്ല എന്താ കൈ ആരണ്ടാ നിന്റെ കൈ തല്ലി ഓടിച്ചെന്ന് ചോദിക്കും. എനിക്ക് ചിരിച്ചിട്ട് എന്നിട്ടാ കൈന് പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ ഉറക്കത്തില് അപ്പൊ പെൺകുട്ടി പറയും അതേ രാത്രി ഉറക്കത്തിൽ അറിയാണ്ട് ചേട്ടന്റെ കൈ എന്റെ മേല് കൊണ്ടു. അപ്പൊ പറയാ എന്റെ വാവച്ചീനെ ഉപദ്രവിച്ചത് എന്റെ കൈയാണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടില്ല. കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ തല്ലിയൊടിച്ചു. ചുണ്ടിനും എന്നിട്ട് പറ്റിയെന്ന് ചോദിക്കുമ്പോ ആൾക്ക് ജാതി നാണം. അപ്പൊ മാമൻ പറയും ഓ അത് പറയണ്ട 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 മനസ്സിലായി എന്ന് പറയും. അപ്പൊ ഈ പെൺകുട്ടി പറയും അതല്ല എന്റെ കാലും ഒരു കട്ടുറുമ്പ് കടിച്ചു. അപ്പൊ നീ പോയിട്ട് അതിന് തിരിച്ചു കടിച്ചാന്ന് ചോദിക്കും ആങ്ങള ഇയാളോട്, ഭർത്താവിനോട്. പിന്നെ അല്ലാണ്ട് അവനെ വെറുതെ വിടാൻ പറ്റുമോ? പക്ഷെ ആ കട്ടുറുമ്പ് പോണ പോക്കില് എനിക്കൊരു ഫ്രഞ്ച് കിസ് തന്നു. അവിടെ ചുണ്ട് വീർത്തിരിക്കണം. അങ്ങനത്തെ ഒരു സൈക്കോ ഭർത്താവ്. നല്ല രസം എന്നിട്ട് വേണ്ട ചേട്ടൻ തന്നെയല്ലോ കൊണ്ടോടത്. കഥ പറയണ എന്റെ ഇടയിൽ ചേട്ടൻ തന്നെയല്ലേ ചോറുണ്ടാ. ജഗുന് തന്നോ ചോറ്? 2 ഉരുള തന്നൂല്ലേ? ഞങ്ങൾ അവിടെ പോയിട്ട് കഴിച്ചോളാം. അകത്ത് പോയിട്ട് ഞാൻ ചോറിനിട്ട് പോകണല്ലോ കടയിൽ. ചോറും മീൻ കൂടാനും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പിന്നെ ഓർമ്മയുണ്ടാവില്ലേ, ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. അത് കണ്ടിരിക്കുന്നല്ലേ അല്ലേ? അപ്പൊ അത് കാരണം ശ്രദ്ധിച്ചില്ല അല്ലേ? സന്ധ്യ പറഞ്ഞു അതല്ല കുട്ടികള്. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു എന്തിട്ടെങ്കിലും വേഗം കണ്ടുപിടിച്ചോ, +2 കഴിയുമ്പോഴത്തേ എന്തെങ്കിലും കണ്ടുപിടിച്ചോ പഠിക്കാനുള്ളത് എന്താന്നുള്ളത്. സിവിൽ സർവീസ് ആഗ്രഹമുണ്ട്. അപ്പൊ ഇവർക്ക് എഞ്ചിനീയറിങ്ങിന് വിടണമെന്നുണ്ട്. എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് സിവിൽ സർവീസിന് പോയാൽ മതി എന്നുള്ളൊരു ഇതാണ് ഇവർക്ക് പാരൻസിന്. ആ കുട്ടിക്കാണെങ്കിൽ ലിറ്ററേച്ചർ പഠിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ. അപ്പോൾ അല്ല അപ്പോൾ പറഞ്ഞതാണ് 25 വയസ്സ് വരെ മാമു തരും, അത് ഞാൻ വീട്ടിൽ പുറത്താക്കും. അപ്പോൾ അവർ പറയാ നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ലാന്ന്. പിന്നെ ട്യൂഷൻ എടുത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ശരി തന്നെയല്ലേ? നമ്മൾ പഠിക്കാനുള്ള പൈസ നമ്മൾ തന്നെ ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് ഞാനത് ട്യൂഷൻ എടുത്തു. ജഗ് പറയാ കാറ്ററിങ്ങിന് പോകുന്നു. കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ സുഖ, കാശും കിട്ടും ഫുഡും കിട്ടുന്നു. ഞങ്ങൾക്കുള്ള പൈസ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുന്ന. പശുവിനെ വിറ്റും, അല്ല പശുവിനെ കറന്നും, പാല് കൊണ്ടുപോയി വിറ്റും, ചായ ഇടലും കൊണ്ട് വിട്ടും, എല്ലാ പണികളും ചെയ്തു കൊടുക്കും. പണ്ടുള്ള എല്ലാവർക്കും ഓരോ പണികൾ ചെയ്യും ജീവിക്കാനായിട്ട്. പറഞ്ഞോട്ടില്ല നിർത്താവട്ടെ നമുക്ക്. നല്ല രസം. വലിയ കഥയൊന്നും പറയണില്ല, എന്ന് ഉഷാറില്ല അല്ലേ? ഓട് പൊട്ടിയ വിഷമമായി ഞങ്ങൾക്ക്. അതന്നെ, അത് വരെ ചേട്ടൻ ഭക്ഷണം വരെ ഇറങ്ങണില്ലേ കണ്ട ഓട് പൊട്ടിയത് ആലോചിച്ചിട്ട്. ആ ഒരു പട്ട അല്ല ഒരു പട്ട വന്ന് വീണു കാലത്ത്. അപ്പൊ നല്ല വിറ്റ് നിർത്താൻ നമുക്ക് ഇടാം. നമുക്ക് നാളെ കാണാം.